ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഉടമ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് നൽകിയത് ലൈംഗിക അധിക്ഷേപത്തിനെതിരെയുള്ള ശക്തമായ വകുപ്പുകൾ ഉൾപ്പെടെയുള്ള പരാതിയാണ്. നിയമവിദഗ്ധരുടെ ഉപദേശം തേടിയ ശേഷമാണ് നടി വിശദമായ പരാതി തയ്യാറാക്കി പോലീസിന് നൽകിയത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്ത സാഹചര്യത്തിലാണ് കൊച്ചി സെൻട്രൽ പോലീസ് വയനാട്ടിൽ രാത്രി തന്നെ എത്തി ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. അതിനിടെ ഹണി റോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ ബന്ധപ്പെട്ട് എല്ലാ നിയമ നടപടികൾക്കും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നടി പരാതി നൽകിയ ഉടൻ ബോബി വയനാട്ടിലേക്ക് പോയി. അവിടെ നിന്ന് കേരളത്തിന് പുറത്തേക്ക് പോകുമെന്ന സൂചന പോലീസിന് ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് നടപടി വേഗത്തിലായത്. ബോബി മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചെന്നും എന്നാൽ ഇത് ലഭിച്ചില്ലെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലൈംഗിക ചുവയുള്ള അശ്ലീല ഭാഷണത്തിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ 75 വകുപ്പ് പ്രകാരവും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരെ IT ആക്ടിലെ 67 വകുപ്പ് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഓഗസ്റ്റ് 7-ന് ബോബി ചെമ്മണ്ണൂരിന്റെ കണ്ണൂർ ആലക്കോട് ജ്വല്ലറി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ നേരിട്ട ലൈംഗിക അതിക്രമങ്ങളും അതിനുശേഷവും പല വേദികളിലും താൻ നേരിട്ട ബുദ്ധിമുട്ടുകളും നടി പരാതിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് 2 ഷോപ്പുകളുടെ ഉദ്ഘാടനങ്ങൾക്ക് നടി വന്നിരുന്നുവെന്ന് ബോബിയും വ്യക്തമാക്കിയിരുന്നു. ആഭരണങ്ങൾ ധരിച്ച് മോഡലിംഗ് ഒക്കെ ചെയ്ത് അവർ നൃത്തം ചെയ്തിരുന്നു. പോസിറ്റീവായി ഞാനൊരു പരാമർശം നടത്തി. കുറെ പേർ അത് ദ്വയാർത്ഥത്തിൽ ഉപയോഗിച്ചു. അവർക്കത് ഡാമേജായി, വിഷമമായി. അതിൽ എനിക്കും വിഷമമുണ്ട്. ഞാൻ മനഃപൂർവ്വം ഒരാളോടും ഇങ്ങനെയൊന്നും ചെയ്യില്ല. തമാശയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയും. മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടായിരുന്നു അതല്ല. ബോബിയുടെ വിശദീകരണം ഇങ്ങനെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ വിശദീകരണം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് നടപടി വന്നിരിക്കുന്നത്.